problems to convert degree measure into radian measure. So we know that radian measure is equal to, so we will be given the degree measure of the angle. We have to convert it into radian measure. Radian measure is equal to, radian measure length ഉണ്ട് pi ഉണ്ട്. So pi by 180 into degree measure. ഇതാണ് ഓർക്കേണ്ടത്. റേഡിയൻ മെഷറിലേക്ക് ഡിഗ്രി മെഷറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ ബൈ 180 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഹൗ ടു കൺവേർട്ട് ഡിഗ്രി മെഷർ ഇൻ ടു റേഡിയൻ മെഷർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിൽ നിന്ന് തുടങ്ങും. എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 1. Find the radian measures corresponds to the following degree measures. The first one 25 degree. So radian measure like മാറ്റണം. So this is equal to radian measure like മാറ്റണമെങ്കിൽ തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ 25 ഡിഗ്രീനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതണം. നോട്ടിൽ എഴുതി വെക്കുക ടു കൺവേർട്ട് ഡിഗ്രി ഇൻ ടു റേഡിയൻ മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. ഞാൻ പറഞ്ഞ ഹിന്റ് ഓർക്കാം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ മുകളിൽ വരണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 25 ഡിഗ്രി ഉണ്ട്, താഴെ 180 ഡിഗ്രി ഉണ്ട്. 25 ആൻഡ് 180 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. സോ രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും ഇൻറ്റു പൈ ബൈ 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 കിട്ടും. 536, 5ഉം 36ഉം ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്. 5 and 36 have no common factors. So ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. സോ റേഡിയൻ മെഷറിൽ 5 പൈ ബൈ 36 റേഡിയൻ. ഞാൻ പറഞ്ഞു റേഡിയൻ എന്നുള്ള യൂണിറ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാം, ഒന്നും എഴുതണ്ട. ജസ്റ്റ് റൈറ്റ് 5 പൈ ബൈ 36. സോ 25 ഡിഗ്രി is equal to 5 പൈ ബൈ 36 റേഡിയൻ. We have exercise 3.1 question number 1 il 3 240 degree. We have to convert 240 degree into radian measure. So ആ തന്നിരിക്കുന്ന ആ ഡിഗ്രി മെഷർ എഴുതാ 240 ഡിഗ്രി, അതിനെ പൈ ബൈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കറിയാം മുകളിലത്തെ നമ്പറും താഴത്തെ നമ്പറും ഇൻറ്റു ആണ് ഓപ്പറേഷൻ എങ്കിൽ അറ്റത്ത് സീറോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യും. Actually we are dividing these numbers by 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. 240നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 കിട്ടും. 180നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. ഇനി വീണ്ടും നോക്കുക, 24 ഉണ്ട് 18ഉം ഉണ്ട്. We know that 24 and 18 are multiples of 6. നമ്മൾ നോക്കുമ്പോൾ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. So we have to consider the greatest common divisor. അതേതാണ്? 6 ആണ്. സോ 6 കൊണ്ട് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. സോ 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get 4 into പൈ ബൈ 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. സോ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. സോ ആൻസർ ഈസ് 4 pi by 3 radian. 240 degrees equal to 4 pi by 3 radian. Next one, fourth one. Here we have 520 degree. We have to convert 520 degree into radian measure. അതിനു വേണ്ടിയിട്ട് 520 degree ഫസ്റ്റ് എഴുതാ. 520 ഡിഗ്രീനെ പൈ ബൈ 180 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിഗ്രി മെഷറിനെ നമ്മൾ പൈ ബൈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ ആ ഡിഗ്രി എന്നുള്ള ആ ഒരു യൂണിറ്റ് അത് എഴുതിയില്ലെങ്കിലും സാരല്ല. ഓക്കെ, സോ 520 ഇൻറ്റു പൈ ബൈ 180. സോ ഈ രണ്ട് നമ്പേഴ്സിലും യൂണിറ്റ്സ് പ്ലേസിൽ 0 ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ക്യാൻസൽഡ്. സോ വി ഹാവ് 52 ഇൻറ്റു പൈ ബൈ 18. ഓക്കെ, നൗ 52 18. 52 and 18 are multiples of 2. Both are even numbers. അല്ലെ, ഈവൻ നമ്പേഴ്സ് ആണ്. യൂണിറ്റ്സ് പ്ലേസിൽ ഈവൻ നമ്പർ ആണുള്ളത്. ദീസ് ടു നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ഇത് രണ്ടും. സോ രണ്ടിനെയും ഈ ഒരു ടേമിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
സോ 52നെയും 18നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 52നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. ഇൻറ്റു പൈ ബൈ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 26ലും 9ലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. 520 degree is equal to 26 pi by 9 radian. Next previous year question. Convert 20 degree 40 minute into radian measure. ഒരു ഡിഗ്രി മെഷറിന് കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രി മെഷറിലുള്ളതിനെയാണ് നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഗെയിൻ ആ ഡിഗ്രി മെഷറിനെ മിനിറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 20 ഡിഗ്രി ആൻഡ് 40 മിനിറ്റ്സ് ആണ്. അപ്പൊ വീണ്ടും ഡിഗ്രീനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത രൂപത്തിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ടോട്ടൽ ഈ തന്നിരിക്കുന്ന മെഷറിനെ ഡിഗ്രിയിലേക്ക് തന്നെ മാറ്റണം. സോ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻ തന്നെ യൂസ് ചെയ്യണം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് മിനിറ്റ്? We have 1 degree is equal to 60 minute ആണ്. 1 degree is equal to 60 minute ആണ്. സോ അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു. 60 മിനിറ്റ് is equal to 1 degree. സോ 1 മിനിറ്റിലേക്ക് മാറ്റാം. 60 മിനിറ്റ് 1 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റ് എന്താ? 60 ഇൻറ്റു 1 ആണ് 60. സോ ആ 60നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1/60 ഡിഗ്രി എന്ന് വരും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇവിടെ ഉള്ളത് 40 മിനിറ്റ് ആണ്. അതായത് 1 മിനിറ്റിനെ 40 മിനിറ്റ് ആക്കുന്നു. 1 മിനിറ്റ് 40 മിനിറ്റ് ആകുന്നത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. സോ നമ്മൾ റൈറ്റ് സൈഡ് 40 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. So 40 into 1/60 degree എന്ന് വരും. That is 40 minute is equal to 40/60 degree. 40 minute is equal to 40/60 നെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 0 പോകും. 4/6നെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 and 6 can be divided by 2. 4/2 2 കിട്ടും. 6/2 3 കിട്ടും. സോ 2/3 ഡിഗ്രി ആണ്. സോ തന്നിരിക്കുന്ന മിനിറ്റിലുള്ള ആ ഒരു മെഷർമെന്റ് 40 മിനിറ്റ് is equal to 2/3 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കാം. നമുക്ക് മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. വി നോ ദാറ്റ് 60 മിനിറ്റ് is equal to 1 ഡിഗ്രി. സോ 1 മിനിറ്റ് is 1/60 ഡിഗ്രി. ഓക്കെ, നമ്മൾ സാധാരണ മാത്തമാറ്റിക്കലി അല്ലാതെ ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി അല്ല അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും ഓർത്താൽ മതി. 60 മിനിറ്റ് is equal to 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 into 1 മിനിറ്റ് ആണ് 1 ഡിഗ്രി. സോ 1 മിനിറ്റ് കിട്ടണമെങ്കിൽ 60 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. സോ 1/60 ഡിഗ്രി. ആ രീതിയിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സോ 1 മിനിറ്റ് is 1/60 ഡിഗ്രി. വേണ്ടത് എന്താണ്? 40 മിനിറ്റ് ആണ്. സോ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 40 into 1/60 ഡിഗ്രി. സോ 40 മിനിറ്റ് is 40/60 ഡിഗ്രി. സോ 40 മിനിറ്റ് is 2/3 ഡിഗ്രി. നമുക്ക് തന്നിരിക്കുന്ന 20 ഡിഗ്രി 40 മിനിറ്റിനെ എങ്ങനെ എഴുതാം? 20 ഡിഗ്രി പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 40 മിനിറ്റ് എന്താ? 40 മിനിറ്റിന്റെ ഡിഗ്രിയിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2/3 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ 1.5 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 plus half ആണ് 1.5. ഇറ്റ്സ് നോട്ട് 1 into half. 1 into half 1.5 അല്ല, അത് 1 into half ഹാഫ് ആണ് വരിക. സോ 1.5ന് നമ്മൾ എങ്ങനെ എഴുതാം? 1 plus half എന്നാണ്. സോ 20 ഡിഗ്രി 40 മിനിറ്റ്സിന് എങ്ങനെ എഴുതേണ്ടത്? 20 ഡിഗ്രി പ്ലസ് 40 മിനിറ്റ് ആണ്. സോ ദാറ്റ് 40 മിനിറ്റ്സ് ക്യാൻ ബി റിട്ടൺ ആസ് 2/3 ഡിഗ്രി. ഓക്കെ, സോ 20 ഡിഗ്രി പ്ലസ് 2/3 ഡിഗ്രി is 20 plus 2/3 degree. Okay, 20യും 2/3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 3 വരും. ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20 into 3 60 plus 2 ഡിഗ്രി. ദാറ്റ് ഈസ് 62/3 ഡിഗ്രി ആണ് 20 ഡിഗ്രി 40 മിനിറ്റ്. 20 ഡിഗ്രി 40 മിനിറ്റ് is equal to 62/3 ഡിഗ്രി. സോ നമുക്ക് തന്നിരിക്കുന്ന മെഷറിനെ നമ്മൾ ഡിഗ്രി എന്ന ഒരൊറ്റ മെഷറിൽ എഴുതി.
അങ്ങനെ എഴുതിയാൽ മാത്രമാണ് നമുക്കതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ തന്നിരിക്കുന്ന ഈ ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റേഡിയൻ മെഷർ കിട്ടും. അതാണ് 20 ഡിഗ്രി 40 മിനിറ്റിന്റെ റേഡിയൻ മെഷർ. സോ ദിസ് ഇസ് ഈക്വൽ ടു 62/3 തന്ന ഡിഗ്രി മെഷറിനെ π/180 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം മുകളിലുള്ള നമ്പേഴ്സ് ന്യൂമറേറ്ററിലെ നമ്പേഴ്സും ഡിനോമിനേറ്ററിലെ നമ്പേഴ്സും ആണ് നമ്മൾ നോക്കുക. ന്യൂമറേറ്ററിൽ 62 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 3ഉം 180യും ഉണ്ട്. 62ഉം 180യും കൺസിഡർ ചെയ്യാം. രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. സോ ബോത്ത് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2. 62ഉം 3യും കൂടെ എടുത്താൽ 62നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 3 കൺസിഡർ ചെയ്യേണ്ട. 62ഉം ഡിനോമിനേറ്ററുള്ള 180യുമായിട്ട് കണക്ട് ചെയ്യാം. സോ ഈ രണ്ട് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 62നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 31 കിട്ടും. π/3 ഇൻറ്റു 180നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 വരും. സോ മുകളിലുള്ള 31ലും ഈ ഡിനോമിനേറ്ററുള്ള 3യിലും 90യിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. സോ ആൻസർ എന്താ വരിക? ന്യൂമറേറ്ററിൽ 31π ഡിനോമിനേറ്ററിൽ 3 × 90 270 റേഡിയൻ ആണ് ആൻസർ.